ഡിസ്ട്രക്റ്റീവായ സമൂഹത്തിൽ ഇടപെട്ട് സമൂഹത്തിലെ സമസ്ത യുക്തി ചിന്തകളെയും കുഴമറിച്ച് മനുഷ്യനെ പ്രാചീന യുഗങ്ങളിലേക്ക് പുനരാനയിക്കുന്ന പുനരുത്ഥാനവാദിയായ ഒരു ദൈവം ഇപ്പോൾ സമൂഹത്തിന്റെ നാനാ മേഖലകളിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. ദൈവം ഇല്ല എന്ന് പറയുന്നവരുടെ പ്രവൃത്തിയിലാണ് ഏറ്റവും കൂടുതൽ ദൈവം ഉള്ളത്. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം എന്തിനാണോ ലോകത്തിന് ദൈവം വേണ്ടത്, ആ ഗുണങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളത് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ കയ്യിലാണ്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ കയ്യിലാണ് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ദൈവവിരുദ്ധതകൾ മുഴുവൻ ഉള്ളത്. അപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകൾക്ക് ഇപ്പോൾ ദൈവവിരുദ്ധരുടെ കൈകളിൽ നിന്ന് ദൈവത്തെ രക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി വന്നിരിക്കുകയാണ്. കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പത്രത്തിൽ മാന്ത്രിക ഏലസിന്റെ പരസ്യം വരുന്നത് നിങ്ങൾ കാണാറുണ്ടോ? അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു സംഭവമുണ്ട്. പുരോഗമന പത്രങ്ങളിൽ മാന്ത്രിക ഏലസിന്റെ പരസ്യം യാതൊരു ഉടുപ്പും കൂടാതെ പ്രസിദ്ധീകരിക്കാൻ ആ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഇപ്പോൾ മലയാളിക്ക് സംഭവിച്ചിരിക്കുന്ന പ്രശ്നം. വികേസിന്റെ വളരെ പ്രിയപ്പെട്ട പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിന്റെ പൂജയൊന്നും വ്യർത്ഥമായില്ല എന്ന ടാഗോർ ഗീതം കേട്ടുകൊണ്ടാണ് മുരളിയുടെ ശബ്ദം വേറിട്ട് കേട്ടുവോ എന്നോട് വെച്ച വേറിട്ട് എന്ന് വൈലോപ്പള്ളി പറഞ്ഞതുപോലെ മുരളി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് വരുന്നു. അപ്പൊ ആ ഒരു സംഘത്തിനുള്ളിലും സ്വന്തം ശബ്ദം വേറിട്ട് കേൾപ്പിക്കാൻ സാധിക്കുന്ന ഒരു സംസ്കാരം, ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കെ തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ശക്തരായിരിക്കെ തന്നെ ഒന്നിച്ച് ശക്തരാകുന്ന പ്രബുദ്ധ സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രബുദ്ധ കൂട്ടായ്മയായിട്ടാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 6 പതിറ്റാണ്ടിലേറെ കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ആധുനിക പ്രയോക്താക്കൾ ശാസ്ത്ര സാങ്കേതിക സാംസ്കാരിക സാഹിത്യ കലാ മണ്ഡലങ്ങളിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. ഇന്നും നമ്മൾ പ്രതീക്ഷയോടുകൂടി നോക്കുന്നതും ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെയാണ്. പരിഷത്തിന്റെ പാട്ടുകാരൻ എന്ന നിലയിലാണ് നവോത്ഥാനത്തിന്റെ ആധുനിക ഗായകനായി വികേസ് കേരളം മുഴുവൻ ഓടി നടന്നത്. കേരളം മുഴുവനല്ല, ലോകത്ത് എല്ലായിടത്തും പാട്ടുമായിട്ടെത്തി. ഞാൻ വികേസുമായിട്ട് അടുത്ത ഒരു ഹൃദയബന്ധം ഉണ്ടാകുന്നത് 1992 ഞങ്ങൾ രണ്ടുപേരും കൂടി ഊട്ടി ഒരു പരിപാടിക്ക് പോയി. ഊട്ടി കേരള ക്ലബിന്റെ പ്രോഗ്രാമിനാണ് പോയത്. 3 ദിവസം ഞങ്ങളൊരു മുറിയിൽ താമസിച്ചു. അന്ന് നിത്യചൈതന്യ യതി ഫേൺഹിൽ ശ്രീനാരായണ ആശ്രമത്തിൽ ഉള്ള കാലം. ഊട്ടി കേരള ക്ലബിന്റെ പ്രോഗ്രാം കഴിഞ്ഞ് ഞാനും വികേസും കൂടി നിത്യചൈതന്യ യതിയെ കാണാൻ പോയി. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, യതി എടുക്കാനാവാത്തത്ര പുസ്തകങ്ങളുടെ ഒരു ശേഖരം വികേസിന് കൊടുത്ത് അത് 2 കൈകളിലും താങ്ങിയെടുത്ത് അയ്യോ ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച വികേസ് ആ 2-3 രാത്രികൾ ഞങ്ങൾ പാടി വെളുപ്പിച്ചു. ഞങ്ങൾക്ക് സമാനമായ കുറേ ശീലങ്ങളുണ്ട്. ഞാൻ പാട്ടുകാരനൊന്നും അല്ലെങ്കിലും എനിക്ക് പാട്ടിനോട് വലിയ ഇഷ്ടമാണ്. ഇപ്പം ഈ പാട്ടുകളുടെ രാഗവും നാട്ടുഗീതങ്ങളും നാടോടി വഴക്കങ്ങളും ഒക്കെ പറഞ്ഞ് വികേസ് ആണെങ്കിൽ പാടാൻ തുടങ്ങിയാൽ നിർത്താതെ പാടും. സിനിമ പാട്ടുകൾ, നാടക ഗാനങ്ങൾ. അദ്ദേഹത്തിൻ്റെ സിനിമാ സംഗീത ചരിത്രമുണ്ട്. അദ്ദേഹവും ശിവദാസും ചേർന്ന് ശിവൻ ഹരി എന്ന പേരിൽ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയുമായിരിക്കും. അടൂർ ഗോപാലകൃഷ്ണന്റെ ആദ്യത്തെ സിനിമ സ്വയംവരമല്ല, കാമുകി എന്നൊരു സിനിമ അദ്ദേഹം ആദ്യം എടുത്തിരുന്നു. കാമുകിക്ക് വേണ്ടി ഏറ്റുമാനൂർ സോമദാസൻ, മലയാളത്തിലെ നല്ല കവികളിൽ ഒരാളാണ്, ഏറ്റുമാനൂർ സോമദാസൻ എഴുതി ശിവൻ ഹരി സംഗീതം നൽകിയ ഈ 2 പേരും കൂടി ചേർന്നാണ് അന്ന് ശിവദാസും ഇദ്ദേഹവും ചേർന്ന് സംഗീതം നിർവഹിച്ച 4 പാട്ടുകൾ. വികേസും ശിവദാസും സംഗീതരംഗത്ത് പിന്നീട് അധികകാലം നിലനിന്നില്ലെങ്കിലും ആ പാട്ടുകൾ സിനിമ പുറത്തിറങ്ങിയില്ല, കാമുകി പുറത്തിറങ്ങിയില്ല. പിന്നീട് ഏതോ സിനിമയിൽ അത് ഉപയോഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതാ തീരങ്ങൾ. ആ സിനിമ കാണാനോ കേൾക്കാനോ ഒന്നും ഭാഗ്യമുണ്ടായിട്ടില്ല. പക്ഷേ ഈ ശിവൻ ഹരി കൂട്ടുകെട്ട് ദീർഘകാലം
ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിന്റെ നാടകങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. അക്കാലത്ത് ഒരുപാട് നാടകങ്ങൾക്ക് VKS സംഗീതം നിർവഹിച്ചിട്ടു. പിന്നെയാണ് VKSന്റെ പരിഷത്ത് കാലം. നേരത്തെ മീരാഭായ് ടീച്ചർ പറഞ്ഞതുപോലെ പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മാഷ്. ശാസ്ത്രഗതിയുടെ പത്രാധിപരായിരുന്നു. കുറെ കാലം പരിഷത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ ഇദ്ദേഹത്തിന്റെ പല കലാജാഥകളിൽ ഇദ്ദേഹം പാടുന്ന പാട്ടുകൾ, വിശേഷം എൻ്റെ സുഹൃത്ത് MM സജീന്ദ്രന്റെ അതിപ്രശസ്തമായ ഒരു പാട്ടുണ്ട്. വായനശാലയിലേക്കു വരരുതേ നീ എൻ ദൈവമേ, വിവിധ മതക്കാരവിടെ കാണും മതമില്ലാത്തവരും. വായനശാലയിലേക്കു വരരുതേ നീ എൻ ദൈവമേ, വിവിധ മതക്കാരവിടെ കാണും മതമില്ലാത്തവരും. പിന്നെ പാഠാലയങ്ങളിലേക്ക് വരരുതേ നീ എൻ ദൈവമേ, വിവിധ മതക്കാർ വന്ന് പഠിക്കും മതമില്ലാത്തവരും. മൈതാനങ്ങളിലേക്ക് വരരുതേ നീ എൻ ദൈവമേ, വിവിധ മതക്കാർ വന്ന് കളിക്കും മതമില്ലാത്തവരും. അങ്ങനെ പറഞ്ഞു വന്ന് പൊതു ഇടത്തിൽ ദൈവത്തിന് വരാൻ ഒരു സ്ഥലവും ഇല്ല എന്നാണ് സജീന്ദ്രനും VKSും കൂടി അതിൽ പറഞ്ഞു വെച്ചത്. അത് വല്ലാത്തൊരു നിലപാടാണ്. എനിക്കത് വലിയ സന്തോഷം തോന്നിയത്. ദൈവത്തെ നിഷേധിച്ചിട്ട് അല്ലേ, ദൈവം ഇല്ലാമെന്നും പറഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ സ്ഥലത്ത് ദൈവം ഇരുന്നാൽ മതി, പൊതു കാര്യത്തിൽ ഇടപെടരുത്. ഇപ്പോൾ നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു പ്രശ്നം, പരിഷത്ത് അംഗീകരിക്കുമെന്നറിയില്ല. ദൈവത്തെ അങ്ങോട്ട് ഇല്ലാന്ന് അടച്ച് ആക്ഷേപിക്കണ്ട, ഉള്ളവർക്ക് വലിയ സമാധാനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. പക്ഷെ അത് പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് കുഴപ്പത്തിലാക്കരുത് എന്ന് പറയാനുള്ള ഒരു സാമൂഹ്യ വിവേകം അല്ലേ. ദൈവം ഇല്ല എന്ന് പറയുന്നതിൽ അയുക്തി ഉണ്ടെന്നൊന്നുമല്ല. പക്ഷെ കേരളീയ നവോത്ഥാനത്തിന്റെ ഉന്നതമായ ഒരു കാഴ്ചപ്പാട് ദൈവത്തെ അടിസ്ഥാന പക്ഷത്തേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സൃഷ്ടിക്കാവുന്നതാണ് ദൈവമെന്ന യുക്തി ചിന്തയിലേക്ക് മോചിപ്പിച്ചതാണ്. നിങ്ങൾ എത്രത്തോളം ആലോചിച്ചെന്നറിയില്ല. ദൈവം പോലും ഇല്ലാത്ത പതിത ജനകോടികൾക്ക് വേണ്ടി താൻ കുളിച്ച കടവിൽ നിന്ന് ഒരു വെറും കല്ലെടുത്ത് ഇതാ അധസ്ഥിതരുടെ ദൈവം എന്ന് പറഞ്ഞ് അരുവിപ്പുറത്ത് പാറപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവൻ അമർത്തി വെച്ചപ്പോൾ അഷ്ടബന്ധമിട്ടുറപ്പിച്ചു വെച്ചിരുന്ന 33 കോടി സവർണ ദൈവങ്ങൾ കടപുഴകി വീഴുകയും ആവശ്യമെങ്കിൽ സ്വന്തം ദൈവത്തെ സൃഷ്ടിക്കാനുള്ള അവകാശവും അധികാരവും അറിവും എല്ലാ പാമര ദരിദ്ര ജനകോടികൾക്കും കൊടുക്കുകയുമാണ് ഗുരു ചെയ്തത്. ദൈവം വേണ്ട എന്ന് പറയുകയല്ല, ദൈവം വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു കല്ലെടുത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന ഒന്നാണ് ഈ ദൈവം എന്ന് വളരെ യുക്തിവൽക്കരിക്കുകയാണ്. അതാണ് ശാസ്ത്രീയമായ യുക്തിബോധം. സന്യാസികൾക്കിടയിലെ യുക്തിവാദിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അല്ലേ. യുക്തിവാദികൾക്കിടയിലെ സന്യാസിയുമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പക്ഷെ നിങ്ങൾ എന്നോട് യോജിക്കാൻ ഇടയില്ലെങ്കിലും നമ്മൾ സമചിത്തതയോടുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട കാര്യമാണ്. അന്ധമായി ദൈവത്തെ മുഴുവൻ എടുത്ത് കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞാൽ 95% ആളുകൾ ഇപ്പോൾ ദൈവത്തിന്റെ പിന്നാലെയാണ്. അത് പോസിറ്റീവ് ദൈവത്തിന്റെ പിന്നാലെയല്ല, ഡിസ്ട്രക്റ്റീവായ സമൂഹത്തിൽ ഇടപെട്ട് സമൂഹത്തിലെ സമസ്ത യുക്തി ചിന്തകളെയും കുഴമറിച്ച് മനുഷ്യനെ പ്രാചീന യുഗങ്ങളിലേക്ക് പുനരാനയിക്കുന്ന പുനരുത്ഥാനവാദിയായ ഒരു ദൈവം ഇപ്പോൾ സമൂഹത്തിന്റെ നാനാ മേഖലകളിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. ശാസ്ത്രം ഇപ്പോൾ ആ ദൈവത്തിന്റെ ചെലവിലാണ്. ഇന്ത്യയിലാണ് വിമാനം കണ്ടുപിടിച്ചത് എന്ന് പുഷ്പക വിമാനത്തെ മുൻനിർത്തി ശാസ്ത്രം ഭരണകൂടം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യയിലാണ് പ്ലാസ്റ്റിക് സർജറി ആദ്യമായി നടന്നത് എന്ന് ഗണപതിയുടെ തുമ്പിക്കൈ മുൻനിർത്തി ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടം ശാസ്ത്രം തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യയിലാണ് ക്ലോണിംഗ് ആദ്യമായി നടന്നത് എന്ന് മാംസപിണ്ഡത്തെ 100 മക്കളാക്കി മാറ്റിയ ഗാന്ധാരിയുടെ മാംസപിണ്ഡത്തെ മുൻനിർത്തിക്കൊണ്ട് ഭരണകൂടം പുതിയ ശാസ്ത്രയുക്തി സ്ഥാപിച്ചിരിക്കുന്നു. പൗരാണികമായ അയുക്തികൾ ഒരു ചോദ്യം ചെയ്യലും ആവശ്യമില്ലാതെ അസംബന്ധങ്ങൾ, അയുക്തികൾ പുനരാനയിക്കുന്ന പുനരുത്ഥാനത്തിന്റെ കാലമാണ് ഇത്. നവോത്ഥാനത്തിന്റെ കാലത്തിന്റെ തുടർച്ചയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രംഗപ്രവേശം ചെയ്തത്. എനിക്ക് വലിയൊരു ബന്ധം ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ടുള്ളത്
എനിക്ക് എന്നും ഗുരുസ്ഥാനീയനായ VT ഭാസ്കര പണിക്കർ ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരിൽ ഒരാളാണ്. എൻ്റെ കൗമാരകാലത്ത് എന്നെ പ്രചോദിപ്പിച്ച് ഒരു ഡയനാമോ ആക്കി മാറ്റിയത് PTBയാണ്. PTBയുടെ നിരന്തരം പോസ്റ്റ് കാർഡിലുള്ള കത്തുകളാണ് താങ്ങാനാവാത്തതൊക്കെ താങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചതായിരുന്നു PTB. നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് ഓരോരുത്തരോടും പറയും. ഓരോരുത്തരെയും കർമ്മനിരതരാക്കുകയും ഓരോരുത്തരെയും പ്രവർത്തന സജ്ജരാക്കുകയും ചെയ്യാൻ, താനായിട്ടൊന്നും ചെയ്യാതെ മറ്റുള്ളവരെ പ്രവർത്തിപ്പിക്കാൻ PTBക്ക് കഴിഞ്ഞിരുന്നതുപോലെ കേരളത്തിൽ അധികം പേർക്ക് കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന് ഒരുപാട് കാർഡുകൾ എൻ്റെ കൈവശമുണ്ട്. ഞാൻ വ്യക്തിപരമായ കഥകൾ പറയുകയാണ്. ഇപ്പൊ PTB ഞാൻ വൈകിയ കാലത്താണ്, പരിഷത്തൊക്കെ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം PTBയും NV കൃഷ്ണവാര്യരും KG അടിയോടിയും അടക്കമുള്ള ആളുകൾ ശാസ്ത്ര സാഹിത്യ രചനയിൽ ഏർപ്പെട്ടിരുന്ന ഡോക്ടർ K ഭാസ്കരൻ നായർ, എനിക്കിപ്പോഴും ഭാസ്കരൻ നായരുടെയൊക്കെ വാചകം, അല്പം ഒന്ന് വഴിതിരിഞ്ഞുപോയ നക്ഷത്ര വസ്തുവാണ് മനുഷ്യൻ. ഭാസ്കരൻ നായരുടെ ഒരു വാചകം, മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അല്പം ഒന്ന് വഴിതിരിഞ്ഞുപോയ നക്ഷത്ര വസ്തുവാണ് മനുഷ്യൻ. ഇങ്ങനെയുള്ള ഒരു ഭാഷയിൽ ശാസ്ത്ര സാഹിത്യ ലേഖനങ്ങൾ എഴുതിയിരുന്ന ഡോക്ടർ K ഭാസ്കരൻ നായർ, അതുപോലെ തന്നെ VT ഭാസ്കര പണിക്കർ, അവരൊക്കെ തുടങ്ങി വെച്ച് പിന്നീട് പരിഷത്തായിട്ട് രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോട് കേന്ദ്രീകരിച്ചുണ്ടായ ഒരു കൂട്ടായ്മയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തായിട്ട് വികസിച്ചത്. അപ്പൊ അത് കേരളീയ നവോത്ഥാനത്തിന്റെ തുടർച്ചയാണ്. ആ നവോത്ഥാനത്തിന്റെ തുടക്കത്തിൽ നമുക്ക് അയ്യാ വൈകുണ്ഠസ്വാമികളെ കാണാം, തൈക്കാട്ട് അയ്യാവിനെ കാണാം, വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളെ കാണാം, ശ്രീനാരായണ ഗുരുദേവനെ കാണാം, ബ്രഹ്മാനന്ദ ശിവയോഗിയെ കാണാം, വാഗ്ഭടാനന്ദനെ കാണാം. ഇന്ത്യയിലെ ഇതര സന്യാസിമാരിൽ നിന്ന് കേരളത്തിലെ നവോത്ഥാന സന്യാസിമാർ ഒരിടത്തും ജാതിയും മതവും പറഞ്ഞിട്ടില്ല എന്നതാണ് അത്ഭുതം. അയ്യാ വൈകുണ്ഠസ്വാമികൾ പോലും ജാതിക്കെതിരായിരുന്നു. അയ്യാ വൈകുണ്ഠൻ സാക്ഷാൽ സ്വാതി തിരുനാളിന്റെ കാലത്താണ് ജനങ്ങളെ സംഘടിപ്പിച്ചത്. അരയ സമുദായക്കാരനായിരുന്നു. അരയ സമുദായത്തിൽ ജനിച്ച് ധാരാളം ആളുകളെ സംഘടിപ്പിച്ച് രാജവാഴ്ചയുടെ നെറികേടുകൾക്കെതിരെ പ്രതികരിപ്പിച്ചു. രാജാവിന് പോലും പേടിയുണ്ടായി. അയ്യാ വൈകുണ്ഠന്റെ കൂടെ അത്രയേറെ ആളുകളുണ്ടായിരുന്നു. അന്ന് സംഘടനകളൊന്നും വന്നിട്ടില്ല, അന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വന്നിട്ടില്ല, ഏകോപിക്കുവിൻ എന്ന മുദ്രാവാക്യം വന്നിട്ടില്ല. 200 കൊല്ലം മുമ്പുള്ള കാലമാണ്. എന്നിട്ടും അയ്യാ വൈകുണ്ഠന് ബഹുഭൂരിപക്ഷം ദരിദ്രരെയും നിഷ്കാസിതരെയും തള്ളിമാറ്റപ്പെട്ടവരെയും സംഘടിപ്പിക്കാൻ സാധിച്ചു. അയ്യാ വൈകുണ്ഠൻ അന്ന് ദൈവത്തിന്റെ പേര് പറഞ്ഞാണ് സംഘടിപ്പിച്ചത്. താൻ വിഷ്ണുവിന്റെ അവതാരമാണെന്നാണ് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചത്. അപ്പൊ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം കൂടി കണക്കിലെടുത്താണ് ആളുകൾ അന്ന് കൂടിയത്. അന്ന് യുക്തി ചിന്ത വന്നിട്ടില്ല. എങ്കിലും ഈ സംഘടനശേഷി കൊണ്ട് രാജാവിനെതിരെ തിരിഞ്ഞ് പ്രവർത്തിച്ചു അയ്യാ വൈകുണ്ഠൻ. അക്കാലത്ത് സ്വാതി തിരുനാളിന് വരെ സംശയം ഉണ്ടായി. അദ്ദേഹത്തിന്റെ കൊട പിടിക്കുന്ന ഒരു നായരുണ്ട്. ആ നായരോട് സ്വാതി തിരുനാൾ ചോദിച്ചു, വിശ്വസ്തനാണ്, അല്ല ഈ വൈകുണ്ഠൻ വിഷ്ണുവിന്റെ അവതാരമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൽ വല്ല യുക്തിയുമുണ്ടോ? അത് ശരിയാവോ? ഇയാളാണെങ്കിൽ രാജാവിന്റെ കൂടെയാണെങ്കിലും മനസ്സുകൊണ്ട് അയ്യാ വൈകുണ്ഠന്റെ കൂടെയാണ്. അപ്പൊ പറഞ്ഞു, ശരിയായിരിക്കാനാണ് തിരുമനസ്സേ സാധ്യത. അപ്പോൾ തിരുമേനിക്ക് രാജാവിന് സംശയം, വിഷ്ണു ഭഗവാൻ ജാതിയിൽ താഴ്ന്ന കൂട്ടത്തിലൊക്കെ ഒന്ന് അവതരിക്കോ? അത്രയേ ഉള്ളൂ. വിഷ്ണു അവതരിച്ചാൽ കുഴപ്പമില്ല, താഴ്ന്ന ജാതിയിൽ വിഷ്ണു അവതരിക്കും. അപ്പോൾ ഈ നായർ പറഞ്ഞ മറുപടി, അത് പറയാൻ പറ്റില്ല തിരുമനസ്സേ, ഈ വിഷ്ണു പന്നിയായിട്ടും ആമയായിട്ടും ഒക്കെ അവതരിച്ച ആളാണ്. ചിലപ്പോൾ താഴ്ന്ന ജാതിയിലും അവതരിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് യുക്തി. ഇതിനെയാണ് നമ്മൾ യുക്തി ചിന്ത എന്ന് പറയുന്നത്. വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ യുക്തിഭദ്രമായി സാമൂഹിക യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ പോരാടിയ ആ നായർ അയ്യാ വൈകുണ്ഠന്റെ സൃഷ്ടിയാണ്. അതിൽ തൊട്ട് പിന്നാലെയാണ് തൈക്കാട്ടയ്യാവ്. തൈക്കാട്ടയ്യാവിന്റെ മുദ്രാവാക്യമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അത് ഗുരു ഏറ്റെടുത്തതാണ്. തമിഴിലാണ് അദ്ദേഹം പറഞ്ഞത്. ചട്ടമ്പിസ്വാമികളുടെ നിജാനന്ദ വിലാസം പോലുള്ള കൃതികളിൽ നമ്മൾ കാണുന്നത് ഈ യുക്തി ചിന്തയാണ്. ജാതിഭേദം മതഭേദം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരു ആകാരം, ഒരു ഭേദവുമില്ലതിൽ. മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി. അവസാനപ്പോഴേക്കും ഗുരുവിന് മനസ്സിലായി മനുഷ്യൻ നന്നാവാൻ സാധ്യത കാണുന്നില്ല. അവസാനം ഒരു പൊറുതി കെട്ട പറച്ചിലാണ്, മതം ഏതായാലും വേണ്ടില്ല, മനുഷ്യനൊന്ന് നന്നായാൽ മതിയായിരുന്നു. അവിടെ എത്തിയിരിക്കുന്നു ഗുരു പോലും. നാം ജാതിഭേദം ഉപേക്ഷിച്ചിട്ട് കുറെ കാലമായി എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ടും ചില ആളുകൾ അവരുടെ ജാതിയിൽപ്പെടുത്തി നമ്മെ പ്രചരിപ്പിക്കുന്നു. ഇന്നേക്ക് 105 കൊല്ലമേ ആയിട്ടുള്ളൂ ജാതിയില്ല വിളംബരം ഉണ്ടായിട്ട്. അപ്പൊ അന്ന് മുതൽക്ക് തന്നെ യുക്തി പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നുണ്ടായ സംഘടനകൾ പിന്തിരിഞ്ഞ് നടന്നു. നവോത്ഥാനത്തിന്റെ
ഭാഗമായി ഉണ്ടായ SNDP, NSS. മന്നത്ത് പത്മനാഭൻ വാല് മുറിച്ച ആളായിരുന്നു, വാലില്ലാത്ത ആളായിരുന്നു. ആ വാലൊക്കെ തിരിച്ചു വന്നു അല്ലേ? NSS, യോഗക്ഷേമ സഭ, അതൊക്കെ ചെന്ന് നിൽക്കുന്ന സ്ഥിതി ഇപ്പോൾ ആലോചിക്കേണ്ടതാണ്. നവോത്ഥാന സംഘടനകൾ മുഴുവൻ പുനരുത്ഥാന സംഘടനകളായിട്ട് വഴിതിരിഞ്ഞു പോയി. ഈ ഒരു മാറ്റമാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുദേവൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പ്രഖ്യാപിച്ച ഒരാൾ ഇവിടെ അടുത്തായിരുന്നു, ചെറായിലായിരുന്നു. പറവൂരിൽ നിന്ന് വളരെ ദൂരെയല്ല, ചെറായിലേക്ക് അധികം ദൂരമില്ല ഇല്ലേ? സഹോദരൻ അയ്യപ്പനെ എത്ര പേർ ഓർക്കുന്നു? ഇപ്പോൾ സഹോദരൻ അയ്യപ്പനെ ഓർക്കേണ്ട പുരോഗമനവാദികൾ സഹോദരൻ അയ്യപ്പനെ വിട്ടുകളഞ്ഞു. അദ്ദേഹം നിന്നിരുന്ന പ്രസ്ഥാനവും അദ്ദേഹത്തെ വിട്ടുകളഞ്ഞു. ഞാനിപ്പോൾ അത്രയൊക്കെ പറയുന്നു. ഏതായാലും സഹോദരൻ അയ്യപ്പനാണ് പറഞ്ഞത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. യുക്തി. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ അടുത്ത് ചെന്ന് ശിഷ്യന്മാരെ കൂടി പറഞ്ഞു, അയ്യോ അയ്യപ്പ മാഷിത ജാതിയില്ല, മതമില്ല, ദൈവമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. ദൈവമില്ല, ദൈവം വേണ്ട എന്ന് പറയാണ്. ഗുരു ഒന്ന് വിളിച്ച് ഉപദേശിക്കണം എന്ന് ഗുരുവിനോട് പറഞ്ഞു. അപ്പൊ ഗുരുവിന്റെ ഒരു പ്രസിദ്ധമായ പ്രസ്താവനയുണ്ട്. അയ്യപ്പൻ ദൈവമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവന്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്. ഇതാണ് ഈ ദൈവസങ്കല്പം ഉണ്ടാക്കുന്ന പ്രശ്നം. ദൈവം ഇല്ല എന്ന് പറയുന്നവരുടെ പ്രവൃത്തിയിലാണ് ഏറ്റവും കൂടുതൽ ദൈവം ഉള്ളത്. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം എന്തിനാണോ ലോകത്തിന് ദൈവം വേണ്ടത്, ആ ഗുണങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളത് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ കയ്യിലാണ്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ കയ്യിലാണ് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ദൈവവിരുദ്ധതകൾ മുഴുവൻ ഉള്ളത്. അപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകൾക്ക് ഇപ്പോൾ ദൈവവിരുദ്ധരുടെ കൈകളിൽ നിന്ന് ദൈവത്തെ രക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി വന്നിരിക്കുകയാണ്. ദൈവവിരുദ്ധരുടെ കൈകളിൽ. ദൈവവിരുദ്ധരെന്ന് മാത്രമല്ല, ദൈവം അവരുടെ തടവിലാണ്. ആ ദൈവത്തിന്റെ പേരിലാണ് പഴയ മൃതശരീരങ്ങളൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നത്. പണ്ട് നിങ്ങൾ വായിച്ചു കാണും, കസൻസാക്കീസിന്റെ റിപ്പോർട്ട് ടു ഗ്രിക്കോ എന്നൊരു നോവലുണ്ട്. കസൻസാക്കീസിന് അറിയാമല്ലോ. കസൻസാക്കീസിന്റെ റിപ്പോർട്ട് ടു ഗ്രിക്കോയിൽ സക്കീസിന്റെ മുത്തച്ഛൻ അന്ന് ആഭ്യന്തര യുദ്ധം നടക്കുക. ആഭ്യന്തര യുദ്ധത്തിൽ രാജാവിനെതിരെ പോരാടിയിരുന്ന ഗറില്ല സംഘത്തിന്റെ നേതാവായിരുന്നു സക്കീസിന്റെ അച്ഛൻ. സക്കീസ് എന്ന് പറഞ്ഞാൽ ആ കഥയിലെ കഥാപാത്രത്തിന്റെ അച്ഛൻ. ഒരു കൊടുങ്കാട്ടിൽ ഗറില്ല പോരാളിയെ കൊന്ന് തലകീഴാക്കി കെട്ടിത്തൂക്കിയ ഒരിടത്തേക്ക് മുത്തച്ഛൻ സക്കീസിനെ കൊണ്ടുപോകും. ആ ശവം അഴുകിയ മാംസം ഇങ്ങനെ താഴേക്ക് വീഴുക. ആ ശവത്തെ ഇറക്കി കിടത്തി മുത്തച്ഛൻ സക്കീസിനോട് പറയും, ആ ജഡത്തെ നീ ചുംബിക്കണം. ഓക്കാനിച്ചുകൊണ്ട് ആ ശവത്തെ ചുംബിച്ചപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു, ഇപ്പോൾ നീ ചുംബിച്ചത് ഗ്രീസിനെയാണ്. അതുപോലെ പൗരാണിക പ്രാചീന ഗുഹകളിൽ നിന്ന് അഴുകിയ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ജഡങ്ങളൊക്കെ പൊക്കിയെടുത്ത് അതിനെ ചുംബിക്കാനാണ് ഇന്ത്യൻ ജനതയോട് ഇന്ന് ഭരണകൂടം പോലും പറയുന്നത്. പക്ഷേ ആ ജഡങ്ങളെ ചുംബിക്കുമ്പോൾ ആരും ഓക്കാനിക്കുന്ന പോലും ഇല്ല എന്ന വിധത്തിൽ പുനരുത്ഥാനം നമ്മുടെ ബോധത്തെ കീഴടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ പുതിയ പണിയെടുക്കുക എന്ന് പറയും. അയച്ചാൻ കുഴിച്ചാൻ കളിക്കുക എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാം. ഈ കളി തെറ്റിപ്പോയാൽ കളി തെറ്റി, നീ അയച്ചാൻ കുഴിച്ചാൻ കളിക്കാന്ന് പറയും. അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ട്. പുതിയ കളിക്കാന്ന് പറഞ്ഞു. അത് കളിച്ച കളിയൊക്കെ തെറ്റിപ്പോയി, നമുക്ക് വീണ്ടും പുതിയ കളി തുടങ്ങണം. അപ്പൊ യുക്തിക്ക് വേണ്ടി, ശാസ്ത്രബോധത്തിന് വേണ്ടി, മാനവരുടെ പൊതു നന്മയ്ക്ക് വേണ്ടി പുതിയ സാംസ്കാരിക ഇടപെടലുകൾ നടത്തേണ്ട അതിഭീകരമായ ഒരു പ്രതിസന്ധിയിലാണ് വികേസിന്റെ പേരിൽ നമ്മൾ പറവൂരിൽ ഒത്തുചേർന്നിരിക്കുന്നത്. പറവൂരിലാണ്, ചെറായിലാണ് സഹോദരൻ അയ്യപ്പൻ എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ തന്നെയാണ് അതിപ്രശസ്തനായ മറ്റൊരാളുള്ളത്. നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവില്ല, കേസരി എ ബാലകൃഷ്ണപിള്ള. കേരളത്തിൽ ആദ്യമായി യുക്തി ചിന്തയുടെ വലിയ ലോകങ്ങൾ തുറന്നു തന്ന ആളായിരുന്നു കേസരി എ ബാലകൃഷ്ണപിള്ള. വയലാർ രാമവർമ്മ അദ്ദേഹത്തിന്റെ മാടവനപ്പറമ്പിലെ ചിത എന്ന കവിതയിൽ പറയുന്നുണ്ട്, എന്നെ ഈ ശതാബ്ദത്തിൻ തോളത്ത് കയ്യും വെച്ച് നിന്നെതിരേൽക്കാൻ ത്രികാലജ്ഞനാം ഭവാൻ വന്നു. വയലാറിന്റെ വരികളാണ്. എന്നെ ഈ ശതാബ്ദത്തിൻ തോളത്ത് കയ്യും വെച്ച് നിന്നെതിരേൽക്കാൻ ത്രികാലജ്ഞനാം ഭവാൻ വന്നു. വിരിയും വിടരും സയൻസിന്റെ
സർഗമണ്ഡലങ്ങളിൽ, അന്ന് സൂക്ഷ്മമായിട്ടാണ് ആ വാക്ക് ഉപയോഗിച്ചത്, വിരിയും സയൻസിന്റെ സർഗമണ്ഡലങ്ങളിൽ ഏകാന്താത്മക ഭവാൻ നടന്നു കയറിയിടാത്ത ഭാവന ഏതുണ്ട് ഈ വിശ്വപ്രകൃതിയിൽ. ഇപ്പൊ വിടരുന്ന സയൻസിന്റെ സർഗമണ്ഡലങ്ങൾ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ശാസ്ത്രത്തിന്റെ ടെക്നോളജി അല്ല, ശാസ്ത്രത്തിന്റെ സർഗമണ്ഡലങ്ങൾ. പരിഷത്തിനെ പോലുള്ള ആളുകൾക്ക്, പ്രവർത്തകർക്ക് സയൻസിന്റെ സർഗമണ്ഡലങ്ങളെയാണ് വികസിപ്പിക്കേണ്ടത്. അതാണ് VKS വികസിപ്പിച്ചത്. VKS പാടി നടന്നത് സയൻസിന്റെ സർഗമണ്ഡലങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ്. ഭജനം, പൂജനം, ആരാധനയും സാധനയും ഹേ നിർത്തുക സാധു. അത് രവീന്ദ്രനാഥ ടാഗോറിന്റെ അതിപ്രശസ്തമായ ഒരു ഗീതമാണ്. ഭജനം, പൂജനം, ആരാധനയും സാധനയും ഹേ നിർത്തുക സാധു. ഞാൻ ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ ദൈവത്തെ കുറിച്ചുള്ള ഭജനയും പൂജയും ആരാധനയും നീ നിർത്തണം. നീ അന്വേഷിക്കുന്ന ദൈവതം അവിടെ ഇരിപ്പില്ല. നീ അന്വേഷിക്കുന്ന ദൈവം നീ അന്വേഷിക്കുന്ന അമ്പലത്തിലോ പള്ളിയിലോ ചർച്ചിലോ ഒന്നും ഇരിക്കുന്നില്ല. ദൈവം എവിടെയാണ്? ടാഗോർ പറയാണ്, കരിമണ്ണുഴുന്ന കർഷകന്റെ കൂടെ, വർഷം മുഴുവൻ വിളവുണ്ടാക്കാൻ വേണ്ടി പാറക്കെട്ട് തുറക്കുന്നവന്റെ, പാടത്ത് പണിയെടുക്കുന്നവന്റെ കൂടെ ദൈവം പണിയെടുത്ത് വിയർത്ത് വേല ചെയ്യുകയാണ്. ആ വേലക്കാരനാണ് നിന്റെ ദൈവം. ഇത് ശ്രീനാരായണ ഗുരുവും ടാഗോറും ഒരേ ഭാഷയിലാണ് പറയുന്നത്. ദൈവത്തെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് ദൈവത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് പണിശാലകളിലാണ്, പണിയമാടങ്ങളിലാണ്, കൃഷിനിലങ്ങളിലാണ്, തൊഴിലിടങ്ങളിലാണ്. നിങ്ങൾക്ക് ദൈവത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ തന്നെ സർഗമണ്ഡലങ്ങളിലാണ്. നിങ്ങളുടെ യുക്തിബോധത്തിന്റെ സർഗമണ്ഡലത്തിൽ വേണമെങ്കിൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ആരെങ്കിലും നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ദൈവത്തിന്റെ അടിമയായി തീരാൻ യുക്തിബോധമുള്ള മനുഷ്യൻ പ്രവർത്തിക്കരുത്. ഇതാണ് ഒരു പക്ഷേ കേരളീയ നവോത്ഥാനം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. ദൈവത്തെ നിഷേധിക്കുകയല്ല, ദൈവത്തെ യുക്തിയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നു. യുക്തിബോധത്തിന്റെ മൂശയിൽ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ടിരുന്നത് ആത്മീയവാദമല്ല. ഇന്ത്യയിലെ പൗരാണിക കാലത്ത്, അല്ലെങ്കിൽ ഒരു 4000 കൊല്ലമെങ്കിലും മുമ്പ് കണാദൻ, കപിലൻ, ഗൗതമൻ ഇവരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. കണാദൻ കണം കണ്ടുപിടിച്ചയാളാണ്. കപിലനെ അക്കാലത്ത് തന്നെ ചുവന്ന മഹർഷി, കപിലൻ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ചുവന്നവരാണെന്ന് ഇന്ന് തിരിച്ചറിയുന്നത് അക്കാലത്ത് 4000 കൊല്ലം മുമ്പ് കപിലനെ വിളിച്ചത്, കപിലൻ എന്ന വാക്കിന്റെ അർത്ഥം ചുവന്നവനാണ്, ചുവന്ന മഹർഷിയാണ്. കപിലനാണ് യുക്തി, സാംഖ്യ ശാസ്ത്രം, ശാസ്ത്രം തന്നെയാണ് യുക്തി അധിഷ്ഠിതമായ, ദൈവത്തിൽ വിശ്വസിക്കാത്ത ശാസ്ത്രം. ഇന്ത്യൻ ഷഡ്ദർശനങ്ങളിൽ 4 ദർശനങ്ങളിൽ ഈശ്വരനില്ല. സാംഖ്യം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ. ഈ 4ലും ഈശ്വരനില്ല. കഷ്ടിച്ച് ജ്യോതിഷത്തിലും ഒക്കെയാണ് ഈശ്വരൻ കഷ്ടിച്ച് കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യകാലത്ത് ഷഡ്ദർശനങ്ങളിൽ ഈശ്വരനില്ല. ബുദ്ധൻ ഈശ്വരനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ദൈവമില്ലാത്ത ധർമ്മമാണ് ബുദ്ധൻ പ്രചരിപ്പിച്ചത്. വർദ്ധമാന മഹാവീരൻ ഈശ്വരനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ ചാർവാകന്മാരെന്ന് പറയുന്നവരുണ്ടായിരുന്നു. അവർ യുക്തിവാദികളായിരുന്നു, നിരീശ്വരന്മാരായിരുന്നു. ലോകായതന്മാരുണ്ടായിരുന്നു, അവർ ദൈവവിശ്വാസികളായിരുന്നില്ല. അപ്പൊ ഇന്ത്യയിലെ ഒരു പ്രബല ദർശനം യുക്തിബോധത്തിന്റെയും ഭൗതികവാദത്തിന്റെയും കൂടിയാണ്. റെനെ ദെക്കാർത്തെ തൊട്ട് കാൾമാർക്സ് വരെയുള്ള പാശ്ചാത്യ ഭൗതികവാദികൾ ശക്തിപ്പെടുന്നതിന് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ യുക്തിയിൽ അധിഷ്ഠിതമായ ഭൗതികവാദം ഇന്ത്യയിൽ ശക്തിപ്പെട്ടിരുന്നു. അപ്പൊ ഇന്ത്യയുടെ പാരമ്പര്യം മതവാദികൾക്കും ബ്രാഹ്മണ മതങ്ങൾക്കും മാത്രം അവകാശപ്പെട്ടതല്ല. ഇവിടെ ഭൗതികവാദത്തിന്റെയും യുക്തിയുടെയും ഒരു ദർശനമുണ്ട്. ആ ദർശനത്തിലാണ് ശ്രീനാരായണ ഗുരു ഉണ്ടാവുന്നത്. ബുദ്ധൻ അങ്ങനെ ഉണ്ടായതാണ്. എത്രയോ ബുദ്ധന്മാരുണ്ടായി. അതിൽ അവസാനത്തെ ബുദ്ധന്മാരിൽ ഒരാളാണ് ശ്രീനാരായണ ഗുരു. അങ്ങനെ ഒരു ബുദ്ധൻ നവോത്ഥാനത്തെ നയിച്ചതാണ് കേരളീയ സമൂഹത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കിയത്. അതിനുശേഷമാണ് എഴുത്തുകാർ പൊന്നിന്റെ കുരിശ് മോഷ്ടിപ്പിച്ചത് ബഷീറാണ്. ബഷീർ തോമ എന്നൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് പള്ളിയിലെ കുരിശ് മോഷ്ടിപ്പിച്ചതിന് ശേഷം പോലീസുകാർക്ക് ചോദിക്കുകയാണ് പിടിച്ചപ്പോൾ, ഈശോ മിശിഹ കർത്താവിന് എന്തിനാണ് പൊന്നിന്റെ കുരിശ്? കഞ്ഞി കുടിക്കാൻ മാർഗമില്ലാത്ത തോമാക്കല്ലേ വേണ്ടത്? ഇന്ന് ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനി കഥാപാത്രത്തെ ഉണ്ടാക്കി പള്ളിയിലെ കുരിശ് മോഷ്ടിപ്പിച്ചാലത്തെ സ്ഥിതി എന്തായിരിക്കും? ഇത് ബഷീർ ആ കാലത്ത് ചെയ്തപ്പോൾ അതിന്റെ യുക്തി ആൾക്ക് മനസ്സിലായി. വലിയ വിപ്ലവങ്ങൾക്കൊന്നും പോവാത്ത MT വാസുദേവൻ നായർ ജീവിതകാലം മുഴുവൻ ഭഗവതിയെ സേവിച്ചിട്ടും ജീവിതം തകർന്നു പോയ, നിർമാല്യമായി തീർന്ന വെളിച്ചപ്പാട് സകല ശക്തിയും എടുത്ത്
തൻ്റെ വായിൽ താൻ തലവെട്ടിപ്പിളർന്ന രക്തം ചേർത്ത തുപ്പൽ ഭഗവതിയുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയപ്പോൾ 33 കോടി സവർണ ദൈവങ്ങൾ, സവർണ ദേവിമാർ മുഖം തുടയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ടായി 50 വർഷം മുമ്പ്. അദ്ദേഹം വലിയ വിപ്ലവകാരിയൊന്നുമല്ല, അദ്ദേഹം ദൈവവിശ്വാസിയാണ്. അതാ കാര്യം. അദ്ദേഹം യുക്തിവാദികളുടെ സമ്മേളനത്തിന് പോയിട്ട് പ്രസംഗിച്ചു. ലോകത്തിലുള്ള എല്ലാ ദൈവങ്ങളും ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. MTയുടെ പ്രസംഗം. ലോകത്തിലുള്ള എല്ലാ ദൈവങ്ങളും ഇല്ല എന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ എൻ്റെ നാട്ടിലെ കൊടിക്കുന്നത്തുകാവിലമ്മ ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ദൈവവിശ്വാസം കൊണ്ട് നടക്കുന്ന യുക്തിവാദിയാണ്. അങ്ങനെ ഒരു യുക്തിവാദം സാധ്യം. വായനശാലയിലേക്ക് വരരുതേ നീ എൻ ദൈവമേ. ദൈവം ഉണ്ടായിക്കോ, വിരോധമില്ല. പക്ഷെ വായനശാലയിൽ വരരുത്, മൈതാനങ്ങളിൽ വരരുത്, ഈ പൊതുയോഗത്തിൽ വന്ന് യോഗം കലക്കരുത്. പൂരം കലക്കുന്ന ദൈവങ്ങളെ നമുക്ക് ആവശ്യമില്ല എന്ന് പറയാനുള്ള സങ്കൂറ്റത്തെയാണ് നമ്മൾ ഈ പറയുന്ന യുക്തിബോധം കൊണ്ടുണ്ടാക്കിയത്, അല്ലേ? അത് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു. പൂരം കലക്കികൾ നിർബാധം വാഴുന്ന ഒരു നാട്ടിൽ എത്ര സമർത്ഥമായിട്ടാണ് സാംസ്കാരിക തലസ്ഥാനത്ത് ഒരു സവർണ ബിംബത്തെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചത്. അല്ലെങ്കിൽ ഈ ഉടുതുണിയില്ലാതല്ല, താഴെ മുണ്ടുണ്ടായിരുന്നു, ഈ പുടവ പുറത്ത് കാണിച്ച് ഒരു കസവും കൊണ്ട് പുതപ്പിച്ച് തെരുവിലൂടെ നടത്തിയ ആ വിഗ്രഹത്തിന് സ്തുതി പാടാൻ എത്ര ആള് തൃശ്ശൂരിലെ സാംസ്കാരിക നഗരിയിലെ കൗബയൊക്കെ കണ്ടില്ലേ? കൗബയൊക്കെ നോക്കി നിൽക്കുക. ഈ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ യുക്തി ചിന്തയ്ക്ക് വേണ്ടി ജീവിച്ച് ശോഷിച്ചു പോയ ഒരു മനുഷ്യൻ നോക്കി നിൽക്കെ സവർണത ജീർണിച്ച സവർണത വീർത്ത വിഗ്രഹങ്ങൾ സാംസ്കാരിക നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മലയാളിക്ക് വലിയ അസ്വാഭാവികത തോന്നിയില്ല. അതാണ്. പരിശുദ്ധർക്ക് അസ്വാഭാവികത തോന്നിക്കാണും. പരിശുദ്ധല്ലോ പൊതുബോധം, അല്ലെ? പൊതുബോധം നിർണ്ണയിക്കുന്നതിൽ മറ്റു പല ശക്തികളുണ്ട്. എല്ലാ മന്ത്രവാദ കേന്ദ്രങ്ങളും, എല്ലാ ജ്യോതിഷ കാര്യാലയങ്ങളും, എല്ലാ മഷിനോട്ടക്കാരും, അല്ലേ, ഒക്കെ തിരിച്ചു വന്നില്ലേ? ഞാനൊരു 30 കൊല്ലം മുമ്പ് ഈ തൃപ്രയാർ വഴിക്ക് വരുമ്പോൾ അവിടെ കുട്ടിച്ചാത്തനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയ ഒരു കുട്ടിച്ചാത്തൻ സ്ഥലമുണ്ട്. അവിടേക്ക് സാധാരണഗതിയിൽ ആരും പോവില്ല. പുരോഗമനവാദികളെ പേടിച്ച് ആരെങ്കിലും തലയിൽ മുണ്ടിട്ട് പോയാലായി. ഇപ്പോൾ നോക്കൂ, കുട്ടിച്ചാത്തൻ പിരിഞ്ഞ് 5-8 കുട്ടിച്ചാത്തന്മാരായി. വലിയ കമാനങ്ങൾ കാണാം. യഥാർത്ഥ കുട്ടിച്ചാത്തനിലേക്കുള്ള വഴി ഇതിലെ എല്ലാ കുട്ടിച്ചാത്തന്മാരും തടിച്ചു കൊടുത്തിരിക്കുകയാണ്. പുരോഗമനവാദികൾ പോലും യാതൊരു ലജ്ജയുമില്ലാതെ കേസ് നിറയെ മദ്യവുമായി കുട്ടിച്ചാത്തനെ കാണാൻ പോവുകയാണ്. കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പത്രത്തിൽ മാന്ത്രിക ഏലസിന്റെ പരസ്യം വരുന്നത് നിങ്ങൾ കാണാറുണ്ടോ? അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു സംഭവമുണ്ട്. പുരോഗമന പത്രങ്ങളിൽ മാന്ത്രിക ഏലസിന്റെ പരസ്യം യാതൊരു ഉടുപ്പും കൂടാതെ പ്രസിദ്ധീകരിക്കാൻ ആ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഇപ്പോൾ മലയാളിക്ക് സംഭവിച്ചിരിക്കുന്ന പ്രശ്നം. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്ന ഞാനല്ല, വീട്ടിലെ ഞാൻ എന്ന് വന്നാൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. വീട്ടിൽ നടക്കാൻ ഒരു ചെരുപ്പും പ്രസംഗിക്കുമ്പോൾ വേറൊരു ചെരുപ്പുമായിട്ട് ജീവിക്കുകയാണ് നമ്മൾ. പുറത്തൊക്കെ വലിയ സ്ത്രീവാദികളും സ്ത്രീ സ്വാതന്ത്ര്യവാദികളാണ്, വീട്ടിൽ അതിഭീകരന്മാരായ സ്ത്രീ വിരുദ്ധന്മാരാണ്. പുറത്തൊക്കെ നമ്മൾ അന്ധവിശ്വാസങ്ങൾക്കെതിരാണ്. ജാതകം നോക്കാതെ ഒരു കല്യാണവും നമ്മുടെ നാട്ടിൽ പുരോഗമനവാദികൾ പോലും നടത്തുന്നില്ല. ചൊവ്വാദോഷം എല്ലാ മനുഷ്യത്തിന്റെ എല്ലാ നാടകങ്ങളിലെയും ചൊവ്വാദോഷത്തൊക്കെ കളിയാക്കിക്കൊണ്ടുള്ള നാടകങ്ങൾ എത്രയോ ഞാൻ കണ്ടതോർക്കുന്നുണ്ട്. ആ ചൊവ്വ എല്ലാം തിരിച്ചു വന്നു. ചൊവ്വ നിങ്ങളെയൊക്കെ തോൽപ്പിച്ച് വീട്ടിനകത്ത് കയറിക്കൂടി. ഏറുന്നു വീണ്ടും നമ്മൾ ഒഴിച്ച പിശാചുക്കൾ കാവിയിൽ കറുപ്പിൽ ആത്മാക്കൾക്ക് വിലപേശി. സത്യാനന്ദപുഷ്ട വരികളാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. തിരിച്ചു വരുന്നു പുനരുത്ഥാനം. നമ്മൾ അറിയാതെ നമ്മളുടെ മസ്തിഷ്കത്തിന്റെ ചെളിവെള്ളത്തിൽ നമ്മെ തന്നെ തിന്നുകൊണ്ട് ഒരു മുതല വളരുന്നുണ്ട്. ഞാൻ പ്രഭാഷകനായ എന്നെ കൂടി കുറ്റവാളിയാക്കിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ദൈവമില്ല എന്ന് ഞാൻ അവിടെ ഉറപ്പിച്ച് പറയാതിരുന്നത്. കാരണം ദൈവമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ എൻ്റെ ശീലം എന്നെ അനുവദിക്കുന്നില്ല. കാരണം എൻ്റെ വീട്ടിലൊക്കെ ദൈവവിശ്വാസങ്ങളായിരുന്നു. പക്ഷെ ഞാൻ ദൈവത്തെ പുറത്തു കൊണ്ടു നടക്കാറില്ല. എൻ്റെ സ്വകാര്യ വിശ്വാസങ്ങളിൽ ദൈവത്തെ ഞാൻ നിഷേധിച്ചില്ല. ഞാൻ തുറന്നു പറയാണ്, പരിശുദ്ധരെ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ സ്വകാര്യ വിശ്വാസങ്ങളിൽ ദൈവത്തെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടില്ല. ആരും സഹായത്തിനില്ലെങ്കിൽ ദൈവമെങ്കിലും സഹായിച്ചാലോ എന്ന ഒരു കവിയുടെ അബദ്ധവിശ്വാസം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ദൈവം പരിഷത്തിന്റെ മീറ്റിങ്ങിൽ വരണ്ട, ദൈവം മൈതാനത്ത് വരണ്ട, ദൈവം പാഠശാലയിൽ വരണ്ട, ദൈവം പൊതു ഇടങ്ങളിൽ വരണ്ട. ദൈവത്തിന് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ഇരുന്നോട്ടേനെ. അങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ലോകത്തിനും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദൈവമേ ഇല്ലെന്ന് പറഞ്ഞ നമ്മളെ പോലും ആ ദൈവം വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു ദുരന്തം ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പൊ യുക്തിയുടെ മറ്റൊരു മാനദണ്ഡം ഒക്കെ ലോകത്തെ ഏറ്റവും നല്ല യുക്തിബോധത്തിലൂന്നിയ ദൈവദർശനം കേരളത്തിലാണ് ഉണ്ടായത്. നിങ്ങളത് എത്രമാത്രം ആലോചിച്ചതെന്നറിയില്ല. ദൈവദശകമാണ്
മെറ്റീരിയലിസ്റ്റിക് ആയ ഒരു ദൈവദർശനം അവതരിപ്പിച്ച ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്കൊരാവി വൻ തോണി നിൻ പദം. അങ്ങനെ പോകുന്നതാണ്, അറിയാമല്ലോ. അതിലെ 4 വരിയുണ്ട്. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായത്. ടോട്ടലി മെറ്റീരിയലിസ്റ്റിക്കാണ്. ഈ ദൈവം, നീ സൃഷ്ടിയാണ്, നീ സൃഷ്ടിനാഥനാണ്, സൃഷ്ടിക്കാനുള്ള വസ്തു നീയാണ്, സൃഷ്ടിക്കപ്പെട്ട വസ്തുവും നീയാണ്, എല്ലാം ഈ മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ മാത്രമാണ് നീ എന്ന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ഒരു ധീരനായ യുക്തിവാദിയായ സന്യാസിക്ക് കഴിയും. അത് ചെയ്തയാളാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ലോകം കണ്ട ഏറ്റവും വലിയ യുക്തിവാദിയായ സന്യാസിയായിരുന്നു. അതുകൊണ്ടാണ് ഒരു പക്ഷേ ബ്രഹ്മാനന്ദ ശിവയോഗി മതഭേദം തല്ലിച്ചു കൊല്ലിക്കുന്നു, മതഭേദം മത്സരമുണ്ടാക്കുന്നു, ആനയ്ക്ക് തുമ്പി പോൽ അടയാളമെന്തുള്ളൂ നാനാ മതക്കാർക്കും ജ്ഞാനപ്പെണ്ണേ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആനന്ദമത ദർശനമാണ്. ആനന്ദ ഏവ ജയതേ മനശ്ചൈവാനന്ദ ഏകച. വായിക്കേണ്ട പുസ്തകം. ബ്രഹ്മാനന്ദ ശിവയോഗി മെറ്റീരിയലിസ്റ്റിക് ആയി തന്നെയാണ് ഈ ആനന്ദ ദൈവത്തെ, ദൈവം എന്നാൽ ആനന്ദമാണെന്നാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ചത്. അങ്ങനെ ഒരു സന്യാസിമാരിവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ നാട് പുരോഗതിയുടെ വഴിയിലേക്ക് പോയത്. വയലാർ രാമവർമ്മ ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമ പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി എന്ന് എഴുതിയ ആളാണ്. നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിന്ന് പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട് വെളുത്ത ഭസ്മത്തിനാൽ അഭിഷേകം, ഇതൊക്കെ എഴുതിയിട്ടാണ് KPSCയിൽ ഭരതക്ഷേത്രം എന്ന നാടകത്തിൻ്റെ പാട്ടെഴുതാൻ വന്നത്. അപ്പോൾ തോപ്പിൽ പാസോട് പറഞ്ഞു, ഞാനിപ്പോൾ നീല സുബ്രഹ്മണ്യ സ്വാമിക്ക് വേണ്ടി ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന പാട്ട് എഴുതി വരികയാണ്. അതിലെ വരികളൊക്കെ പറഞ്ഞു. തോപ്പിൽ പാസി യാതൊരു ശങ്കയും കൂടാതെ പറഞ്ഞു, അത് സുബ്രഹ്മണ്യ സ്വാമിക്ക് എഴുതി കൊടുത്തോ, ഇവിടെ വേണ്ടത് ഇതിന് നേർ വിപരീതമായ പാട്ടാണ്, ഇവിടുത്തെ സിറ്റുവേഷൻ വേറെയാണ്. അവിടെ എഴുതി കൊടുത്തതാണ് ശബരിമലയിലും കല്ല്, ശക്തീശ്വരത്തിലും കല്ല്, തിരുപ്പതി മലയിലും തിരുച്ചെന്തൂരിലും ഗുരുവായൂരിലും കല്ല്, കല്ലിനെ തൊഴുന്നവരെ നിങ്ങൾ കൽപ്പണിക്കാരെ മറക്കരുതേ. ഇത് രണ്ടും അടുത്തടുത്ത കാലങ്ങളിൽ എഴുതിയതാണ്. ശബരിമലയിൽ തക്ക സൂര്യോദയം എഴുതി ചൂടാകുന്നതിന് മുമ്പാണ് ശബരിമലയിലും കല്ല്. ഇപ്പൊ കവികളെ നിങ്ങൾക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല. കവികൾ ചിലപ്പോൾ ഇത് രണ്ടും പാടും, പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് മനുഷ്യപക്ഷത്തേക്ക് വേണ്ട പാട്ട് എടുക്കാം. അതുകൊണ്ട് കവികൾ നിങ്ങൾക്ക് അത്ര വിശ്വസിക്കാവുന്ന ആളുകളല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. കവികൾ ഇങ്ങനെ ആശയക്കുഴപ്പമുള്ള ആളുകളാണ്. അതുകൊണ്ട് എൻ്റെ പ്രസംഗവും നിങ്ങൾക്ക് ഒരുപക്ഷെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആത്മവഞ്ചന പ്രസംഗത്തിൽ ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ട് ഞാൻ എന്നെ വഞ്ചിക്കുന്നില്ല. എനിക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ വിശ്വസിച്ച ദൈവം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ പരമ്പരകൾ തന്ന ദൈവം, മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത ദൈവം, എല്ലാ മതത്തിലും പല പേരുകളിൽ കാണപ്പെടുന്ന ഒരു ദൈവം, പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ച ദൈവം, സ്നേഹസ്വരൂപനായ ദൈവം, ഭാവബന്ധമൊട് ദേവ നിൻ മഹിമയാർന്ന കോവിൽ, ദേവ നിൻ മഹിമയാർന്ന കോവിലിൽ പവന പ്രഭയടും വിളക്കിത സാവധാനം അടിയൻ കൊളുത്തിനേൻ. കുമാരനാശനാണ്. അദ്ദേഹം ദേവ എന്ന് വിളിക്കുന്നുണ്ട്. ഇത് വിളിക്കുന്നത് ആ ദേവൻ, കവികൾ വാഴ്ത്തിയ ദേവൻ, ആരെയും ദ്രോഹിക്കുന്ന ദൈവമല്ല. ഇറച്ചി കൈവശം വെച്ചതിൻ്റെ പേരിൽ ഒരുത്തരെ തല്ലിക്കൊല്ലുന്ന ദൈവമല്ല. ബോംബെയിൽ കലാപമുണ്ടാക്കിയ ദൈവമല്ല. കോയമ്പത്തൂരിൽ കലാപമുണ്ടാക്കിയ ദൈവമല്ല. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മെ കണ്ടാലറിയാതായി 1000 മാനവഹൃദയങ്ങൾ ആയുധപുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു എന്ന ദുരന്തം സൃഷ്ടിച്ച ദൈവമല്ല. അല്ലാത്തൊരു ദൈവത്തിനും ഒരു സാധ്യതയുണ്ട്. ആ ദൈവത്തെയാണ് ഒരുപക്ഷെ സജീന്ദ്രൻ മാഷ് വായനശാലയിലേക്ക് വരരുതെന്ന് വിലക്കിയത്. ആ പാട്ടാണ് കേസ് പാടി നടന്നത്. ഭജനം, പൂജനം, ആരാധനയും നിർത്തുക സാധോ. നീ അന്വേഷിക്കുന്ന ദൈവം നിന്റെ അമ്പലത്തിലില്ല. കരിമണ്ണുഴുന്ന കർഷകന്റെ കൂടെ, വർഷം മുഴുവൻ വിളവുണ്ടാക്കാൻ വേണ്ടി പാറ പൊട്ടിക്കുന്നവന്റെ കൂടെ, പാടത്ത് വിയർത്ത് പൊരിഞ്ഞ് കിടക്കുന്ന, നടക്കുന്ന, പണിയെടുക്കുന്ന ആ മനുഷ്യ ദൈവത്തെ, മനുഷ്യാത്മീയതയെ ഞാനൊരു പുതിയ വാക്ക് അവതരിപ്പിക്കുകയാണ്. മനുഷ്യാത്മീയത.
മനുഷ്യനിൽ കേന്ദ്രീകരിച്ച മനുഷ്യന് സാധ്യമായ ദൈവങ്ങൾ പുറത്തുനിന്ന് വേണ്ടാത്ത സ്നേഹത്തിന്റെ ഒരു ആത്മീയത. ഈ സ്നേഹമാണ് VKS പ്രചരിപ്പിച്ചത്. VKSന്റെ പാട്ടിൽ ആ സ്നേഹം ഉണ്ടായിരുന്നു. പൂതപ്പാട്ട് VKS പാടുമ്പോൾ അതിനു മുമ്പ് തലമുറകൾ കേട്ട പൂതപ്പാട്ട് മറ്റൊന്നായിട്ട് മാറുമായിരുന്നു. നിശൂന്യത നടമാടും പാതിരതൻ മച്ചുകളിൽ നിരനിരയായി കത്തിക്കും മായാദീപം, തലമുടിയും വേറിടുത്തലസമവൾ പൂപ്പുഞ്ചിരി വിലസിടവേ വഴിവക്കിൽ ചെന്നു നിൽക്കും, നേരവും നെറിയും വിട്ടാ വഴി പോം ചെറുവാല്യക്കാരെ അവളാകർഷിച്ച് അതിചതുരം 7 നിലവാളികയായി തോന്നും കരിമ്പനവരെ കെറ്റി ഉരലിൽ വയ്ക്കും, പറയന്റെ കുന്നിന്റെ അങ്ങേ ചെരുവിലെ പാറകളിൽ ചിന്നും മുടിയുമെല്ലും. VKS ചൊല്ലുന്ന രീതിയല്ല കേട്ടോ. VKS ചൊല്ലുന്നത് പോലെ ചൊല്ലാൻ VKSന് മാത്രമേ പറ്റൂ. കഷ്ടിച്ച് കോട്ടയ്ക്കൽ കൊണ്ടേക്ക് പറ്റുന്നു. മുരളി ഇടയ്ക്ക് ചൊല്ലുമ്പോൾ ഞാൻ VKS ആണെന്ന് ശബ്ദം കേൾക്കുമ്പോൾ തോന്നാറ്. അത് VKSന് മാത്രമായ ഒരു ആലാപന രീതിയായിരുന്നു. ആടിമാസത്തിലെ സന്ധ്യ ഇരുൾ കൊണ്ടു മൂടി വന്നു, പകലെങ്ങോ ആടിമാസത്തിലെ സന്ധ്യ ഇരുൾ കൊണ്ടു മൂടി വന്നു, പകലെങ്ങോ മറന്നുപോയി, ധാരമുറിയാത്ത മാരി മനോരാജ്യചാരി ഞാൻ നിന്നു ഗൃഹത്തിൽ ഏകാകിയായി, ആടിമാസത്തിലെ സന്ധ്യ ഇരുൾ കൊണ്ടു മൂടി വന്നു, പകലെങ്ങോ മറന്നു. ടാഗോറിന്റെ മിസ്റ്റിക് കാൽപ്പനികത അതിന്റെ പൂർണ്ണ സൗന്ദര്യത്തിൽ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന വരികളാണ്. അത് VKS ചൊല്ലുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ആത്മീയ പ്രൗഢിയും. ഞാൻ ആത്മീയത എന്ന വാക്ക് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. മനുഷ്യാത്മീയത എന്ന് ആവർത്തിച്ച് പറയുന്നു. ഏതെങ്കിലും കാണപ്പെട്ട 30 കോടി ദൈവങ്ങളുടെ ആത്മീയതയല്ല, മനുഷ്യന്റെ ഈ ആത്മീയതയുണ്ട്. ആ ആത്മീയത കലയിലൂടെയാണ് പ്രകാശിക്കുന്നത്. ഒരു പാട്ട് കേൾക്കുമ്പോൾ പാട്ടുകാരനില്ലാത്ത രൂപലാവണ്യം പാടും പാട്ടിന് ലഭിക്കുന്നത് എങ്ങനെ, എവിടുന്ന്? യുക്തിയുടെ ഒരു ചോദ്യമാണ്. പാട്ടുകാരനില്ലാത്ത രൂപലാവണ്യം പാടും പാട്ടിന് ലഭിക്കുന്നത് എങ്ങനെ? അതാണ് കലയുടെ ആത്മീയത. ആ കലയുടെ ആത്മീയതയാണ് നമ്മൾ ഒന്നിപ്പിച്ചത്. ഇവിടെയാണ് 100 വർഷം മുമ്പ് ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇവിടെ പറവൂര് ഒരു നിസ്സാര സ്ഥലമല്ല. ഇവിടുന്ന് ഇത്തിരി അപ്പുറത്ത് ചേന്നമംഗലത്ത് കേളപ്പനാശാൻ എന്നൊരു നവോത്ഥാന പ്രവർത്തകരുണ്ടായിരുന്നു. രാജേട്ടനൊക്കെ അറിയുമായിരിക്കും അല്ലേ? കേളപ്പനാശാന്റെ വിദ്യാലയം നവോത്ഥാന വിദ്യാലയമായിരുന്നു. നവോത്ഥാന പ്രവർത്തനങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ വലിയ ശിഷ്യനായിരുന്ന ആളാണ്. കേളപ്പനാശാന്റെ സുഹൃത്തായിരുന്നു സഹോദരൻ അയ്യപ്പൻ. ഇവിടെ വലിയ പ്രവർത്തനകാലത്ത് നടന്നിരുന്നു. അപ്പൊ കേളപ്പനാശാന്റെ സ്കൂളിൽ സത്യദേവൻ അതിനടുത്ത് കഥ പറയാമെന്നു. അത് കഥാപ്രസംഗമല്ല, ഹരികഥാ കാലക്ഷേപമാണ്. അദ്ദേഹം അവതരിപ്പിച്ചത് മാർക്കാണ്ഡേയ ചരിതവും ശ്രീരാമചരിതവും. സ്വാമി സത്യദേവൻ 100 വർഷം മുമ്പാണ്. അന്ന് അത് കേൾക്കാനിടവന്നു സഹോദരൻ അയ്യപ്പൻ. ആ കഥ ചിട്ടപ്പെടുത്തിയ ആളെ നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും. കുമാരനാശാനാണ് അതിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത്. മാർക്കാണ്ഡേയ ചരിതത്തിന്റെയും ശ്രീരാമചരിതത്തിന്റെയും മനോഹരമായ ശില്പമാണ്. പ്രഗത്ഭനായ കാഥികനാണ് സ്വാമി സത്യദേവൻ. അതിമനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, നമ്മുടെ സഹോദരൻ അയ്യപ്പൻ, ഇത്രയും പ്രതിഭയുള്ള അങ്ങ് ഈ പഴയ പുരാണത്തിലെ ശ്രീരാമനെയും മാർക്കാണ്ഡേയനെയും കൊണ്ടുവന്ന് ജനങ്ങൾക്ക് വിളമ്പി കൊടുത്തിട്ട് ഇപ്പോൾ എന്താണ് പ്രയോജനം? ഈ ജനങ്ങളൊക്കെ ജാതി പിശാചിന്റെ പിടിയിൽപ്പെട്ട് നട്ടം തിരിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ എഴുതി തന്നിരിക്കുന്നത് കുമാരനാശാനാണ്. കുമാരനാശാന്റെ ഒരു കൃതി എഴുതി തീർത്തിരിക്കുന്നു. അതിന്റെ പേര് ചണ്ടാല ഭിക്ഷുകി എന്നാണ്. ആ കൃതി ജാതി പിശാചിന്റെ നേർക്കുള്ള വലിയൊരു ആക്രമണമാണ്. താങ്കൾക്ക് ഇതേ പ്രതിഭ ഉപയോഗിച്ച് ചണ്ടാല ഭിക്ഷുകിയാണ് താങ്കൾ പറഞ്ഞതെങ്കിൽ അത് ജാതി പിശാചിനെ ആട്ടി ഓടിക്കാൻ സഹായിക്കുമായിരുന്നില്ലേ? ആ ചോദ്യമാണ് സത്യദേവന്റെ കണ്ണു തുറക്കുന്നത്. അങ്ങനെ സത്യദേവൻ പോയി ആശാനെ കണ്ടു. ആശാൻ അതിന് തയ്യാറായി. ഗുരുവിന്റെ അനുഗ്രഹം വാങ്ങി. നിർഭാഗ്യവശാൽ
അപ്പോഴേക്കും കുമാരനാശാൻ പല്ലനാറ്റിലെ ബോട്ടപകടത്തിൽ മരിച്ചു. പക്ഷെ കുമാരനാശാൻ അനുവാദം കൊടുത്ത ചണ്ടാല ഭിക്ഷുകി കഥാപ്രസംഗ രൂപത്തിൽ തയ്യാറാക്കിയത് ഇതാ ഇവിടെ തന്നെ ഉള്ള ഒരാളാണ്. പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ എന്നൊരാളെ കിട്ടുന്നു. ഈ ആളുകളൊക്കെ ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ മനഃപൂർവ്വം പറയുന്ന ഇത്ര ആളുകളെ. പറവൂർ നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ സ്ഥലത്തല്ല, ഇവിടെ അടുത്തായിരുന്നു പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ. പണ്ഡിറ്റ് കെ.പി. കറുപ്പനാണ് അതിന്റെ കഥാപ്രസംഗ രൂപശില്പം ഉണ്ടാക്കിയത്. അങ്ങനെ 1924 കൃത്യം 100 കൊല്ലം മുമ്പ് 1924 ഇതേ ചേന്നമംഗലത്ത് ആണ് ആദ്യത്തെ കഥാപ്രസംഗം പിറവിക്കൊണ്ടത്. ഹരികഥാ കാലക്ഷേപമല്ല, കഥാപ്രസംഗം ഉണ്ടായിട്ട് 100 വർഷമായി. ആ കഥയാണ് ചണ്ടാല ഭിക്ഷു. എന്ത് മാറ്റിവെച്ചിട്ടാണ് നമ്മളത് എടുത്തത്? ശ്രീരാമചരിതവും മാർക്കാണ്ഡേയ ചരിതവും മാറ്റിവെച്ചിട്ടാണ് നമ്മളന്ന് 925 ചണ്ടാല ഭിക്ഷുകി എടുത്തത്. ഇപ്പോൾ ചണ്ടാല ഭിക്ഷുകി മാറ്റിവെച്ചിട്ട് നമ്മൾ എന്താണ് എടുക്കുന്നത് എന്ന് ആലോചിച്ചാൽ കേരളത്തിന്റെ വളർച്ച നിങ്ങൾക്ക് മനസ്സിലാവും. 1925 ശ്രീരാമചരിതവും മാർക്കാണ്ഡേയ ചരിതവും മാറ്റിവെച്ചിട്ടാണ് നമ്മൾ ചണ്ടാല ഭിക്ഷുകി എടുത്തത്. 2025 ആകുമ്പോഴേക്കും ചണ്ടാല ഭിക്ഷുകി മാറ്റിവെച്ച് നമ്മൾ എടുക്കുന്നതാണ് നമ്മുടെ സാംസ്കാരികമായ അപജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അപകടം. അപ്പൊ അത് തിരിച്ചറിയാൻ ഇന്ന് കേരളത്തിൽ കെൽപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എൻ്റെ ബന്ധുക്കളൊക്കെ, എൻ്റെ മകളെ കല്യാണം കഴിച്ച മരുമകൻ, അദ്ദേഹത്തിൻ്റെ പിതാവ് PKNK എന്ന് പറഞ്ഞ പരിഷത്തിനൊക്കെ മനസ്സിലാവും. PKNK പഴയ ആദ്യകാലത്ത് വനിതാ ജാഥയുടെ പാലക്കാട് ജില്ലാ കൺവീനറൊക്കെ ആയിരുന്നു. കൗമ്പായ്ക്കൊക്കെ എല്ലാം പറയും PK നാരായണൻകുട്ടി. അദ്ദേഹത്തിൻ്റെ ശ്രീമതി ശ്രീദേവി ടീച്ചർ. ആ കുടുംബം മുഴുവൻ മരുമകനും പരിഷത്താണ്. ഞാൻ പരിഷത്തിൽ അംഗമല്ലെന്നേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ കുറേ ഈ എന്താ സർവേ ഉണ്ടായിരുന്നില്ലേ, 10 വീട് മാറ്റി വെച്ചിട്ടുള്ള അങ്ങനെ കുറേ സർവേക്ക് പോയൊരു ഭ്രാന്തന്റെ തല്ലുകൊണ്ടാണ്. 10 വീട് കഴിഞ്ഞ് കേരള പഠനം ഒറ്റ ദിവസം നടത്തിയ സർവേ അല്ലേ, ഒരേ സമയത്ത് എല്ലാവരും നടത്തിയ സർവേ. അങ്ങനെ ഞങ്ങൾ 11, 21, 31, 41, 51 വീട്ടിൽ ചെന്നപ്പോൾ ആരോഗ്യ സർവേ അവിടെ ചെന്ന് ഞങ്ങൾ പേരൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു സ്ത്രീയാണ്, അയ്യോത്ത് കണ്ടുവിൻ്റെ വീടല്ലേ എന്ന് ചോദിച്ചു. അതേ പറഞ്ഞു. അയ്യോത്ത് കണ്ടുകൊണ്ടോ? കണ്ടുപിടില്ലല്ലോ, നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, നിങ്ങളാ? ഞാൻ കണ്ടുവിൻ്റെ പെങ്ങളാണ്. എത്ര വയസ്സായി? പ്രായമുള്ള സ്ത്രീ. എത്ര വയസ്സായി? 17. ഒരു സംശയം, എത്ര വയസ്സായതാണോ? 17 കഴിഞ്ഞല്ലേ നിങ്ങളല്ലേ കല്യാണം കഴിച്ചത്? പിന്നെ വന്ന് കെട്ടിപ്പിടിക്കാൻ വന്നു. ഓടിയപ്പോഴാണ് ഇവർക്ക് ഭ്രാന്താണ്, നല്ല ഭ്രാന്താണ്. സഹോദരനും ഭ്രാന്താണ്, ആ വീട്ടിലുള്ളവർക്ക് മുഴുവൻ ഭ്രാന്താണ്. അങ്ങനെ ഭ്രാന്തന്മാരുടെ തല്ലുകൊണ്ടൊരു അനുഭവം എനിക്ക് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. കാരണം എപ്പോഴും ഭ്രാന്തന്മാരുടെ തല്ല് കൊള്ളേണ്ടി വരും. കേരളം മുഴുവൻ ഭ്രാന്താലയമായിട്ട് വീണ്ടും മാറിയതുകൊണ്ട് ഭ്രാന്തന്മാരുടെ കല്ല് പരിഷത്തുകാർക്ക് ഉറപ്പാണ്. പറഞ്ഞു വന്ന കാര്യം വിട്ടുപോയി. ഈ ചണ്ടാല ഭിക്ഷുകിക്ക് ശേഷം ഇവിടെ തന്നെ ഒരു വലിയ കാഥികനുണ്ടായിരുന്നു. അതും കൂടെ പറയാതിരിക്കാൻ നിർത്തിയില്ല. കെടാമംഗലം സദാനന്ദൻ. കെടാമംഗലമാണ് യുക്തി ബോധമുള്ള എത്രയോ കഥകൾ ചിരിക്കുന്ന മനുഷ്യനൊക്കെ പറഞ്ഞു. ഒരു കാലത്ത് പുന്നപ്രയിലും വയലാറിലും വേനാശ്ശേരിയിലും മുളതലയിലും നിരോധനാജ്ഞ നിലനിൽക്കുമ്പോൾ അവിടെ വന്ന സ്റ്റുഡൻസ് ഫെഡറേഷനും യൂത്ത് ഫെഡറേഷനും അടക്കമുള്ള പുരോഗമന പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായ ആളുകൾ വടം കെട്ടിയ നിരോധനാജ്ഞയുടെ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ വയലാർ 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 ഹാ രോമാഞ്ചം കൂടാതെ ആ പേർ ഓർക്കുവാനാമോ എന്ന് 17 വയസ്സായ കെടാമംഗലം സദാനന്ദൻ, 20 വയസ്സായ സദാനന്ദൻ ചൊല്ലിയപ്പോൾ ശക്തിയാർജിച്ച് ബാരിക്കേഡുകൾ തകർത്ത് തളം കെട്ടി നിൽക്കുന്ന ചോരയിൽ ചവിട്ടി ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച ചരിത്രം സൃഷ്ടിച്ച കെടാമംഗലം സദാനന്ദൻ ഈ പറവൂരിൽ ജീവിച്ചതാണ്. അങ്ങനെ ഗാന്ധിയന്മാരെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. എനിക്കൊരു പൂർവാശ്രമം ഉണ്ടായിരുന്നു. ഞാനും നോത്തതാമല പൂരനൊക്കെ കഥാപ്രസംഗമായിട്ട് അവതരിപ്പിച്ച് നടന്നൊരു കാലമുണ്ട്. അക്കാലത്ത് എൻ്റെ ഗുരുക്കന്മാരായിരുന്നു കെടാമംഗലം സദാനന്ദനും വി സാംബശിവൻ. ആരെയൊക്കെ മറന്നാലും വി സാംബശിവനെ മലയാളം മറക്കാൻ പാടില്ല. കേരളത്തിൽ ഈ ചെഗുവേരയുടെയും ഒക്കെ ഫോട്ടോ വരച്ചു വെക്കുന്ന പോസ്റ്ററുകളുടെ അടിയിൽ എവിടെയെങ്കിലും തോപ്പിൽ പാസിയുടെയും കാമ്പശ്ശേരി കരുണാകരന്റെയും വി സാംബശിവന്റെയും PK ശശിധരന്റെയും ഒക്കെ ഫോട്ടോകൾ വരച്ചു വയ്ക്കാൻ നമ്മുടെ മുഖ്യധാര പുരോഗമന രാഷ്ട്രീയക്കാർ തയ്യാറാവേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത് പറയാതിരിക്കും, വിഷമമുണ്ടെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞു, സാംബശിവനാണ് ലോക ക്ലാസിക് കൃതികൾ
സ്കൂളിൽ പോകാത്ത സാധാരണക്കാരായ തൊഴിലാളികളെയും കർഷകരെയും ഒഥല്ലോ പഠിപ്പിച്ചു. ദ പവർ ഓഫ് ഡാർക്ക്നെസ്, ടോൾസ്റ്റോയുടെ ദ പവർ ഓഫ് ഡാർക്ക്നെസ് എന്ന കൃതിയാണ് അനീസ്യ. അനീസ്യ ഓർമ്മയുണ്ടല്ലോ, അനീസ്യയിലാണ് ചങ്ങമ്പുഴയുടെ അതിപ്രശസ്തമായ ഒരു കവിത. നിന്നാമനായകൻ വന്നിടും നീ എന്തു ചെയ്യും. ചങ്ങമ്പുഴയെ പോപ്പുലറാക്കിയത് ഈ കഥാപ്രസംഗക്കാരാണ്. സാംബശിവൻ ചങ്ങമ്പുഴ നേരിട്ട് പറഞ്ഞിട്ടില്ല. കെടാമംഗലം 3500 വേദികളിലാണ് രമണൻ മാത്രം പറഞ്ഞത്. വാഴക്കുല പറഞ്ഞത് 2000 ചികാനം വേദികളിലാണ്. തിരുനെല്ലൂർ കരുണാകരന്റെ റാണി ഇടക്കൊച്ചി പ്രഭാകരൻ പറഞ്ഞത് 1000-ലധികം വേദികളിലാണ്. റാണി എന്ന കാവ്യം ജനങ്ങൾ കേട്ടു പഠിച്ചത് സാംബശിവന്റെയും ഇടക്കൊച്ചി പ്രഭാകരന്റെയും കഥാപ്രസംഗം കേട്ടിട്ടാണ്. പൂന്തിരമാലമേൽ നീർക്കിളിച്ചാർത്തുപോൽ നീന്തുന്നൊരായിരം തോണിയിലൊന്നിൽ മദാലസയാം ജലദേവത പോലെ റാണിയെന്നോ മന പേരവൾ കേകിയ ഭാവനയാരുടേതാവാം. ഓർമ്മയുണ്ടോ പാട്ടിൽ? ഇത് തിരുനെല്ലൂരിന്റെ വരികളാണ്. കേരളത്തിലെ പുരോഗമന കവികളുടെ വയലാറിന്റെ ഐഷ പാടി പറഞ്ഞു നടന്നത് സാംബശിവനാണ്. പുരോഗമന പ്രസ്ഥാനത്തിന് ഇത്രയേറെ വേരോട്ടമുണ്ടാക്കാൻ KPSC ഒറ്റയ്ക്ക് ചെയ്ത പണി മുഴുവൻ സാംബശിവൻ ഒറ്റയ്ക്ക്. സാംബശിവന്റെ ഒഥല്ലോ എൻ്റെ നാട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് 9 വയസ്സേ ഉള്ളൂ. പൊന്നുകുട്ടിയുടെ ചായപ്പൊടിയിൽ പാല് വെക്കാൻ വേണ്ടി, പാല് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ പിറ്റേന്ന് ഭയങ്കര ചർച്ചയാണ്. അവിടെ സ്കൂളിൽ പോകാത്ത 80 വയസ്സ് കഴിഞ്ഞ പൊന്നുകുട്ടിയോട് പറയാം, ബാവേ ഈ റൊട്ടീബോ ഭയങ്കരനാണ് കേട്ടോ. 80 വയസ്സായി, സ്കൂളിൽ പോയിട്ടില്ല പൊന്നുകുട്ടിയുടെ. അപ്പോൾ ബാവക്ക, വെറ്റിലക്കാരൻ ബാവക്ക പറയാൻ, അയാളും പഠിച്ചിട്ടില്ല. പൊന്നുകുട്ടിയേട്ട റൊട്ടീബോ അല്ല കുഴപ്പക്കാരൻ, ഇയാളാണ് കുഴപ്പക്കാരൻ. ഏതോ കാലത്ത് എഴുതപ്പെട്ട ഒരു ഗംഭീരമായ വിശ്വസാഹിത്യ കൃതിയെക്കുറിച്ച് എൻ്റെ നാട്ടിലെ സ്കൂളിൽ പോകാത്ത മനുഷ്യർ ചർച്ച ചെയ്യണം. അപ്പം അതിലേക്ക് ഒരാൾ പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യമറിയോ, ഈ സാമ്പനി കഥയൊക്കെ എഴുതി കൊടുക്കുന്ന ആരാന്നറിയാമോ? ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ വിചാരിക്കുന്നത് ഷേക്സ്പിയർ കഥാപ്രസംഗം എഴുതി കൊടുത്തിരിക്കുന്നു സാംബശിവൻ. അപ്പൊ സാംബശിവന്റെ ആ കഥയൊക്കെ നിങ്ങൾ കേട്ടവരെ ഓർമ്മയുണ്ടോ? അതില് ഈ ഒഥല്ലോയുടെ പ്രധാന പ്രമേയം ഒഥല്ലോക്ക് ഡെസ്ഡെമോനെ സംശയമാണെന്നുള്ളതാണ്. അതാണ് കേന്ദ്ര പ്രമേയം. പക്ഷെ അതതിന്റെ കേന്ദ്ര പ്രമേയമാണ്. പക്ഷെ സാംബശിവൻ കഥാപ്രസംഗമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൽ പ്രണയപരവശനായി ഒഥല്ലോ ഡെസ്ഡെമനെ പിടിച്ച് സംസാരിക്കുന്ന ഒരു പാട്ടുണ്ട്. പാട്ട് പഴയ ആൾക്കാർക്ക് ഓർമ്മയുണ്ടോ? അവിടെ സാംബശിവൻ നിർത്തും. എന്നിട്ട് പറയും, പങ്ക്യാക്ഷിയുടെ ഭർത്താവിന് വലിയ പ്രേമം വരുമ്പോൾ പങ്ക്യാക്ഷിയെ എന്ന് വിളിക്കാതെ പങ്കിയെ എന്ന് വിളിക്കത്തില്ലയോ, അതുപോലെ ഡെസ്ഡെമനയോട് ഒഥല്ലോയ്ക്ക് വലിയ പ്രണയം വരുമ്പോൾ ഡെസ്ഡെമനെ എന്ന് വിളിക്കാതെ ഡെസ്ഡെമൻ എന്ന് വിളിക്കും. അപ്സരസാണെന്റെ ഡെസ്ഡെമൻ ഹൃദയമായി പാടുമാടും സുഹൃത് സമ്മേളനങ്ങളിൽ സൽസ്വഭാവത്തിന്റെ ദേവതയാണവൾ, സംശയിക്കില്ലൊരു കാലത്തും നിന്നെ. ഒരു ഭർത്താവ് ഭാര്യയോട് നിന്നെ ഞാൻ ഒരു കാലത്തും സംശയിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ പണ്ടും സംശയിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംശയിക്കുന്നുണ്ട്, നാളെയും സംശയിക്കുമെന്നാണെന്ന് ഏത് ഭാര്യയ്ക്കും മനസ്സിലാവും. ഈ പരിണാമബുദ്ധി പൊട്ടിച്ച കലാകാരന്റെ പേരാണ് സാംബശിവൻ. പിന്നെ KPSC പോലുള്ള പ്രസ്ഥാനങ്ങൾ, KPSCയുടെ പല പാട്ടുകളുമാണ് മലയാളികൾക്ക് എല്ലാവർക്കും പാടാനുള്ള പാട്ടുകൾ ഉണ്ടാക്കിയത് അല്ലേ? അതുപോലെ മാപ്പിളപ്പാട്ട്, പുലയപ്പാട്ട്, ചെറുമപ്പാട്ട്, പുറത്തിപ്പാട്ട്, പുള്ളുവപ്പാട്ട്, ജാതി തിരിച്ച പാട്ടുകളായിരുന്നു. എല്ലാവരും പാടിയത് ഒരുപക്ഷെ പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്നാണ്. അതൊരു പുറത്തി വൃത്തത്തിലാണ് എഴുതിയത്. ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, അതാണ് അതിന്റെ മീറ്റർ. അതാണ് പൊന്നരിവാളം വിളിയിൽ എന്നായിരുന്നു അല്ലേ? അങ്ങനെ പാടിയ പാട്ടുകൾ. പള്ളിക്കുടലിനുള്ളിലിരിക്കും, അല്ല ആ പാട്ട് പുള്ളിക്കുയിലെ പാടും. ഇടവില്ലാ വേല ചെയ്ത് തളരുന്ന നേരമാണ്, ഇതുവഴി പോരുമോ നീ തന്നല്ലേ, ഇല്ലിമുള്ളം കാടുകളിൽ എല്ലാം പാടി വരും തെന്നല്ലേ തെന്നല്ലേ, അല്ലിമലർക്കാവുകളിൽ വല്ലികളിലൂയനാടും തെന്നല്ലേ. ഇന്നും അതൊക്കെ കേൾക്കുമ്പോൾ ആ ആവേശമാണ് VKS നീട്ടിക്കൊണ്ടുപോയത്. പക്ഷേ തുടിപ്പുനിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രം എഴുതിയ ഹൃദയങ്ങൾ
തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ നിങ്ങൾ നിന്ന സമരാണ്ട പൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി നിങ്ങൾ നിന്ന സമരാണ്ട പൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ പുതിയ പരിഷത്തിന്റെ സമ്മേളനത്തിൽ അതുവരെ മാത്രമേ പാടേണ്ടതുള്ളൂ. കാരണം നേടിയത് നമ്മളല്ല, പലരും നേടി ഇല്ലേ? പക്ഷേ പരിഷത്ത് പലതും നഷ്ടപ്പെടുത്തി. ചൂടാറാപ്പെട്ടിയും പുകയില്ലാത്ത അടുപ്പും അനവധി ബദൽ സംവിധാനങ്ങളും സാധ്യമാണ്, മറ്റൊരു കേരളം സാധ്യമാണ് എന്ന ജനതയോടുള്ള പറച്ചിൽ എത്രയോ മനുഷ്യർ ഒന്നും നേടാതെ ശാസ്ത്രഗതിയും ശാസ്ത്ര കേരളവും യുറീക്കയും പരിഷത്ത് വാർത്തയും 1500ഓളം പുസ്തകങ്ങൾ, അതിൽ കൂടുതലായോ 1500 അടുത്തായി കാണുമെന്നില്ല. ഞാൻ ഈ പുസ്തകമൊക്കെ വാങ്ങുന്ന ഒരാളാണ് കേട്ടോ. അതൊക്കെ PKNK വീട്ടിലെത്തിച്ചു തരും. പരിഷത്തിന് പുസ്തകം ഇറക്കിയാൽ ആദ്യത്തെ ഞാനും എൻ്റെ ഭാര്യയുമാവും 2 പുസ്തകം വീട്ടിൽ വരും. അങ്ങനെ പരിഷത്തിന്റെ കൂടെ ഞാനുണ്ട്. പരിഷത്ത് തോറ്റ പ്രസ്ഥാനമല്ല, തോറ്റ ചരിത്രം നമുക്കില്ല. നമ്മൾ തോൽക്കുന്നത് വിജയിക്കാൻ വേണ്ടിയാണ്. വികേസിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. എന്നോട് പരിഭവിച്ചിട്ടുണ്ട്, പെട്ടെന്ന് പരിഭവിക്കും. വികേസിന്റെ വലിയ പ്രശ്നത. ഒരിക്കൽ അദ്ദേഹം എനിക്ക് കുറച്ച് CD കൾ അയച്ചു. അപ്പോൾ അന്ന് ഈ ഫോണൊന്നുമില്ല. ഞാനത് കിട്ടി, കേൾക്കാൻ നേരം കിട്ടിയില്ല. 2 മാസം കഴിഞ്ഞ് കുഞ്ചംപറമ്പിൽ ഒരു പരിപാടിക്ക് വികേസിനെ ക്ഷണിച്ചു. ഞാൻ തന്നെയാണ് ക്ഷണിച്ചത്. വന്നവിടെ എന്നോട് ലീലാകൃഷ്ണൻ സംസാരിക്കണ്ട, നിങ്ങളോട് ഞാൻ സംസാരിക്കില്ല, വളരെ ഞാൻ തമാശ പറയാൻ വിചാരിച്ചു. അല്ല, എനിക്ക് ഈ കാപട്യം ഇഷ്ടമല്ല, ആത്മവഞ്ചന ചെയ്യുന്നവരുമായിട്ട് എനിക്ക് സഖ്യമില്ല. എന്താ വികേസ് എങ്ങനെ പറയും? നിങ്ങൾക്ക് ഞാൻ കുറച്ച് CD കൾ അയച്ചു, അത് കിട്ടി എന്ന് അറിയിക്കാനുള്ള ഒരു മനുഷ്യ മര്യാദ നിങ്ങൾ കാണിച്ചു. ഞാനിപ്പോൾ എന്ത് പറയണമെന്നറിയാം. എനിക്കാണെങ്കിൽ കത്തെഴുതിയ ശീലമില്ല, ഫോണില്ല. വികേസെ ഞാനത് ഒന്നും പറയണ്ട, നമ്മുടെ ആ സംസാരം അവസാനിപ്പിച്ചു, മറ്റു കാര്യങ്ങൾ നമുക്ക് തുടരാം. അങ്ങനെ എന്നോട് തെറ്റി. പക്ഷെ പിന്നെ ഞങ്ങൾ കണ്ടു. ഞാൻ എൻ്റെ ആ മഹാനായ സ്നേഹിതൻ്റെ മരിച്ചതിന് ശേഷം അന്ന് കോവിഡ് കാലമാണ്. ഞാനൊരു ഓൺലൈനിൽ അദ്ദേഹത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിയിരുന്നു. പക്ഷെ നിങ്ങളെല്ലാം കേട്ടതാണ്. ഞാൻ ഇന്ന് വന്നത് തന്നെ PKSനെ അനുസ്മരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ പരിഷത്താണ് അനുസ്മരിക്കുന്നത്. അതൊരു ശാസ്ത്ര സാംസ്കാരിക സമ്മേളനമായിട്ടാണ് നടക്കുന്നത്. മരണമില്ലാത്ത ആ സുഹൃത്ത് അദ്ദേഹം തന്നെ പാടിയ വരികളിൽ പൂർണ്ണമായും നമ്മുടെ കൂടെ ഉണ്ട്. ആ വരികൾ PKS ചൊല്ലുന്നത് പോലെയല്ല, എൻ്റെതായ രീതിയിൽ ചൊല്ലിക്കൊണ്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. പൂർണ്ണമായില്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ പൂജയൊന്നും വ്യർത്ഥമായില്ലെന്നറിയാം. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ ആ പൂജയൊന്നും വ്യർത്ഥമായില്ലെന്നറിയൂ ഞാൻ. തന്നെ പൂഴിയിൽ വീണാകിലും പുഴകൾ മരുവിൽ ഉക്കൊഴുക്കുവറ്റി മാഞ്ഞാലും അവ മുഴുവൻ വ്യർത്ഥമായില്ലെന്നറിയൂ ഞാൻ. ജീവിതത്തിൻ പിന്നിലിട്ട് വിഫലം ആയിപ്പോയില്ലെന്നറിയൂ ഞാൻ. തന്ത്രികൾ മീട്ടുകയാണൊക്കെയും നിന്നനാഹതമ അനാഗതകാല സംഗീതം. തന്ത്രികൾ മീട്ടുകയാണൊക്കെയും നിന്നനാഗതമ അനാഗതകാല സംഗീതം. ഒന്നും വ്യർത്ഥമായില്ലെന്നറിയൂ
വ്യർത്ഥമായില്ലെന്നറിവു എന്നറിവു ഞാൻ ജീവിതത്തിൽ പിന്നിലിട്ട് പോന്നതൊന്നുമേ വിഫലമായി പോയില്ല എന്നറിവു ഞാൻ. ജ്യേഷ്ഠ, അങ്ങ് ചെയ്തതൊന്നും വിഫലമായിട്ടില്ലെന്ന് പാവൂരിലെ ഈ പ്രബുദ്ധ സദസ്സ് എന്നോട് പറയുന്നു. അങ്ങേക്ക് സ്വർഗമുണ്ടാവുകയില്ല. പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാടിയവർ തീർച്ചയായും നരകത്തിലായിരിക്കും. പക്ഷെ നരകത്തിലും അങ്ങേക്ക് ഈ പാട്ടുകൾ വെളിച്ചം തരും. ആ മഹത്തായ സ്മരണയ്ക്ക് മുമ്പിൽ ഒരു പിടി പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി വിനയ പുരസ്സരം ഈ സമ്മേളനം ഞാൻ ഔപചാരികമായി കാണുന്നു.